എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കേന്ദ്ര സർക്കാർ ഇപ്പോൾ 2026 സബ്സിഡി നൽകുന്നുണ്ട്. പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കും ഉജ്ജ്വല യോജന വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കൾക്കും രണ്ട് രീതിയിലാണ് കേന്ദ്ര സർക്കാർ സബ്സിഡി 2026 മുതൽ നൽകുന്നത്. ഉജ്ജ്വൽ വിഭാഗത്തിൽപ്പെട്ട 10 കോടിയോളം പേർക്ക് അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സബ്സിഡി തുക എത്തുന്നതാണ്. 2026 ഒരു സിലിണ്ടറിന് 300 രൂപയോളമാണ് സബ്സിഡി ആയിട്ട് നൽകുന്നത്. അതായത് ഏകദേശം 550 രൂപയ്ക്ക് സിലിണ്ടറുകൾ ലഭിക്കുന്നതാണ്. എന്നാൽ നേരത്തെ 12 സിലിണ്ടറുകൾ വരെയാണ് ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ലഭിച്ചതെങ്കിൽ 2026 കേന്ദ്ര സർക്കാരിന്റെ പുതിയ നടപടികൾ പ്രകാരം 9 സിലിണ്ടറുകളാണ് ഇനി സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്. 9ാമത്തെ സിലിണ്ടറിന് ശേഷം 10ാമതൊരു സിലിണ്ടർ അതേ വർഷം തന്നെ ബുക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ മുഴുവൻ വിപണന വിലയും നമുക്ക് ഗുണഭോക്താവ് നൽകേണ്ടതാണ്. ഇനി പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള സബ്സിഡി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതുപോലെ എണ്ണ വിതരണ കമ്പനിയായിട്ടുള്ള ഭാരത് HP, ഇന്ത്യൻ എന്നീ കമ്പനികൾക്ക് നേരിട്ടാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അതിനാൽ തന്നെ പൊതുവിപണിയിൽ വരുന്ന LPG ഗ്യാസിന്റെ വിലക്കയറ്റം പൊതുജനങ്ങളിലേക്ക് കൈമാറാതെ സ്ഥിരമായിട്ടുള്ള വില നിലവാരം തുടരുന്നതാണ്. പൊതുമേഖല എണ്ണ കമ്പനികൾ 14 കിലോഗ്രാം വരുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വില വർഷങ്ങളായിട്ട് 860 രൂപയിൽ തന്നെയാണ് തുടരുന്നത്. എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വിലയിൽ മിക്ക മാസങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ വരാറുണ്ട്. അതോടൊപ്പം തന്നെ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ഗ്യാസ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇന്ത്യയിൽ ഭാരത് HP തുടങ്ങിയ ഏത് കമ്പനിയുടെ ഗ്യാസ് സിലിണ്ടറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിലും ഈ നിയമങ്ങളെല്ലാം തന്നെ ബാധകമാണ്. പ്രതിമാസം ഗ്യാസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ സബ്സിഡി തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് തിരികെ ലഭിക്കുന്നതാണ്. സബ്സിഡി തുക കൃത്യമായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിനായിട്ട് ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരത്തിൽ സബ്സിഡി ലഭിക്കാത്തവർ ആധാറിന്റെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ടെത്തിയോ ആധാറിന്റെ സീഡിംഗ് സ്റ്റാറ്റസ് പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഗ്യാസ് ഉപഭോക്താക്കൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇലക്ട്രോണിക് KYC അഥവാ മാസ്റ്ററിംഗ്. പ്രധാനമായിട്ടും ഉടമ ജീവിച്ചിരിപ്പുണ്ടെന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ അർഹതയുള്ള ആളാണെന്ന് ഉറപ്പുവരുത്തുവാനുമാണ് ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സമീപത്തുള്ള ഗ്യാസ് ഏജൻസിയിലോ അല്ലെങ്കിൽ ഏജൻസി നിർദ്ദേശിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളിലും ആധാർ കാർഡും ഗ്യാസ് കണക്ഷനുമായിട്ട് എത്തി നേരിട്ട് നമുക്ക് ബയോമെട്രിക് വിവരങ്ങൾ നൽകി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന വാഹനങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ട് എങ്കിൽ അവിടെ വെച്ചും മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ്. 2026 മാർച്ച് 30-നകം തന്നെ ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചില്ല എങ്കിൽ സബ്സിഡി ആനുകൂല്യങ്ങൾ സ്ഥിരമായിട്ട് നിർത്തലാക്കുമെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശവും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.